പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നുവന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടിക്കുന്നവനെ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ. നിന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എന്റെ കർത്താവേ, നിന്റെ ഉണർവിനെ സ്തോത്രം ചെയ്യാൻ പാപത്തിന്റെ മുഴുകലിൽ നിന്ന് ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തണമേ. മരണമില്ലാത്ത ജീവനുള്ളവനെ, നിന്റെ മനോഗുണത്തെ ഞങ്ങൾ വന്ദിപ്പാനായിട്ട് മരണത്തിന്റെയും ക്ഷയത്തിന്റെയും ഉറക്കത്തിൽ നിന്ന് ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിക്കണമേ. ബാവായും പുത്രനും ശുദ്ധമുള്ള റൂഹായുമേ, ആകാശത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെട്ടവനും വാഴ്ത്തപ്പെട്ടവനും നീ തന്നെയാകുന്നു എന്നതുകൊണ്ട് ശുദ്ധതയോടെ ആകാശത്തിൽ നിന്ന് നിന്നെ സ്തുതിക്കുന്ന സ്തുതിക്കപ്പെട്ട മാലാഖമാരുടെ കൂട്ടങ്ങളോടുകൂടി നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. എന്നേക്കും തന്റെ ഇടത്തിൽ നിന്ന് കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാവുന്നു. എന്നേക്കും തന്റെ ഇടത്തിൽ നിന്ന് കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. എന്നേക്കും തന്റെ ഇടത്തിൽ നിന്ന് കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമാകുന്നു. വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധി മഹത്വമുള്ള തൃത്വമേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനുമാകുന്നു. നീ എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനുമാകുന്നു. നീ എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനും നിന്റെ തിരുനാമം വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണവുമേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുമനസ് ആകാശത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവേ,
നിന്നെ അനുകൂലമാക്കുന്നവരുടെ നമസ്കാരത്താൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റൂഹായാലെ നിന്നെക്കുറിച്ച് പറഞ്ഞുവെന്ന് നിബിയന്മാരും നിന്നെ പ്രസിദ്ധമാക്കി അറിയിച്ചുവെന്ന് ശ്ലീഹന്മാരും നിന്റെ ഉപവിയെക്കുറിച്ച് മരിച്ചുവെന്ന സഹോദയന്മാരും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ശുദ്ധമാക്കപ്പെട്ടവരെ, തൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്തുവെന്ന കർത്താവിനോട് ഞങ്ങളിൽ നിന്ന് ശിക്ഷകളും അരിശത്തിൻ്റെ വടികളും മായ്ച്ചു കളയുവാനായിട്ട് ഞങ്ങളോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പിൻ. കർത്താവെ, അവരുടെ നമസ്കാരങ്ങളും അപേക്ഷകളും നിമിത്തം ഞങ്ങളുടെ ആത്മാക്കൾ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആമീൻ. പാപികളോട് കരുണ ചെയ്യുന്നവനായ കർത്താവേ, നിന്യായം വിസ്തരിക്കുന്ന ദിവസത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കൃപയുടെ പെരുപ്പത്താലെ ഞങ്ങളുടെ കടങ്ങളെ നീ ക്ഷമിക്കണമേ. മനോഗുണമുള്ളവനെ, ഞെരുക്കപ്പെട്ടവരായി നിന്റെ വാതിൽ മുട്ടി വിളിക്കുന്നവരുടെ യാചനകളെ നീ നൽകണമേ. ആകാശത്തിലുള്ള ഞങ്ങളുടെ ബാവ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മേലുള്ളവരുടെ ഉടയവനും താഴെയുള്ളവരുടെ ശരണവുമേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. 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 ദൈവത്തിൻ്റെ മക്കൾ നാം ആകുവാനായി അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ നമസ്കാരങ്ങളിലും കുർബാനകളിലും നാം ഓർക്കണം. ദൈവപുത്രൻ ആകാശമോക്ഷത്തിൽ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ അവരെ അനുകൂലമാക്കും. കർത്താവേ, ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹിച്ച് ഞങ്ങളെ തുണയ്ക്കണമേ. ആമീൻ. ഉന്മത്തത്തിനു സ്തുതി, ഉന്മത്തത്തിനു സ്തുതി. സ്തുതിക്കപ്പെട്ടതും കാതലായതും ആദ്യന്തമില്ലാത്തതുമായ ഉന്മത്തത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. തമ്പുരാനെ, എല്ലാ നേരത്തും സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ആമീൻ. മേലുള്ള ഉയരങ്ങളിൽ ആകാശത്തിലുള്ള മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളും നിന്നെ സ്തുതിക്കുന്നു. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും ആകാശത്തിനടുത്ത രാജാവും സൃഷ്ടിക്കുന്നവനുമായ കർത്താവേ, നിനക്കുള്ള സ്തുതിയുടെ വലിപ്പത്തെക്കുറിച്ച് നിന്നെയും ദൈവമായ കർത്താവും ശുദ്ധമുള്ള റൂഹായോടുകൂടെ യേശുമശിഹ ഏകപുത്രനുമായ ദൈവമേ, നിന്നെയും ഞങ്ങൾ കൊണ്ടാടുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ ദോഷങ്ങളെ നീക്കിക്കളയുന്നവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ പാപങ്ങളെ നീക്കിക്കളയുന്നവനെ, നിന്റെ ചെവി ചായിച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് സ്തുതിയോടെ ഇരിക്കുന്നവനെ കൃപയോടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ നീ മാത്രം ശുദ്ധമുള്ളവനാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്തുതിക്ക് ശുദ്ധമുള്ള റൂഹായോടുകൂടെ യേശുമശിഹ നീ തന്നെ കർത്താവുമാകുന്നു. ആമീൻ. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ ശുദ്ധമുള്ള തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തനായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. സ്തുതി നിനക്ക് ചേർച്ചയാകുന്നു. തനയനായ പുത്രനോടുകൂടെയും ജീവനും ശുദ്ധവുമുള്ള റൂഹായോടുകൂടെയും സകലത്തിൻ്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ പുകഴ്ച നിനക്ക് യോഗ്യമാകുന്നു. അത് ഇപ്പോഴും എല്ലാ നേരത്തും എന്നേക്കും. ആമീൻ. മോറാനേശുമശിഹ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളിൽ നീ അടയ്ക്കരുതേ. കർത്താവേ,
ഞങ്ങൾ പാപികളാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിന്റെ കൃപ പോലെ എൻ്റെ മേൽ അനുഗ്രഹിക്കണമേ. നിന്റെ കരുണയുടെ ബഹുത്വം പോലെ എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു, എന്റെ പാപങ്ങളും എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി മാത്രം ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്തെന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെട്ടു, നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കും. എന്തെന്നാൽ നേരുകേടിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചു. എന്നാൽ നീതിയിൽ നീ തിരുമനസ്സായി നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സോപ്പായാലേ എന്റെ മേൽ നീ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ, കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിക്കപ്പെട്ട എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖത്തെ തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായിക്കണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ റൂഹായെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. ശുദ്ധമുള്ള റൂഹായെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരിപ്പിക്കണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാർക്ക് നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിന്റെ പക്കൽ തിരിയപ്പെടും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപ്പകയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ ചുണ്ടുകൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ ക്ഷീണിക്കപ്പെട്ട ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയുടെ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ അവർ കാഴ്ചകളെ കരയറ്റും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ. കർത്താവിനെ കൊണ്ടാടുവാനും ഉയരപ്പെട്ട തന്റെ തിരുനാമത്തെ പാടുവാനും മയ്യലിൽ തന്റെ കൃപയും രാത്രിയിൽ തന്റെ വിശ്വാസവും അറിയിക്കുന്നതും നല്ലതാകുന്നു. കർത്താവേ, മയ്യലിൽ എൻ്റെ സ്വരം നീ കേൾക്കണമേ. മയ്യലിൽ ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടും. കർത്താവേ, നിനക്കുള്ള ലോകരോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും ദോഷങ്ങളെ പുറത്ത് പുണ്യമാക്കണമേ. ശുദ്ധമുള്ളവനെ, നിന്റെ വലതുകൈ ഞങ്ങളുടെ മേൽ നീ ആവസിപ്പിച്ച് നിന്റെ തിരുനാമ നിമിത്തം ഞങ്ങളുടെ പാപരോഗങ്ങളെ സൗഖ്യമാക്കണമേ. ആമീൻ. ദൈവമേ, നീ എനിക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കേക്കും വേണ്ടി നിന്നെ ഞാൻ കൊണ്ടാടുന്നു. ഞാൻ യോഗ്യനല്ലെങ്കിലും നിന്നിലുള്ള ഭയവും സ്നേഹവും എനിക്ക് നീ തരുവാൻ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ ജീവസുകളെ തുണയ്ക്കുന്നതും നിന്റെ ദൈവത്തിന് അഴകാകുന്നതുമായ സകലത്തെയും എനിക്ക് നീ തരണമേ. നിന്റെ നല്ല തിരുമനസ്സുപോലെ എന്നെ നീ ഭരിച്ചു കൊള്ളണമേ. എല്ലാ നേരവും എന്നിലത് പൂർണ്ണമാക്കപ്പെടണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ നിന്റെ തിരുമുമ്പിൽ എല്ലാ മനുഷ്യരെക്കാൾ ഏറ്റവും പാപം ചെയ്തു എന്ന മഹാഭാവി ഞാനാകുന്നുവെന്ന് ഞാൻ കൊണ്ടാടുന്നു. എൻ്റെ പാപങ്ങളുടെ പൊറുതി നിന്നിൽ നിന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവമേ, നീ അനുഗ്രഹിക്കുന്നവനാകുന്നു. ഞാൻ നിന്നോട് അതിക്രമം കാണിച്ചതൊക്കെയും എന്നോട് നീ പുറത്തുകൊള്ളണമേ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും എല്ലാ മനുഷ്യർക്കും വിരോധിയായിരിക്കുന്നു. എന്നോട് അറ്റകുറ്റം കാണിച്ചിരിക്കുന്ന എല്ലാവരോടും നീ ക്ഷമിച്ചു കൊള്ളണമേ. എന്തെന്നാൽ അനുഗ്രഹിക്കുന്നവനും അനുഗ്രഹങ്ങളുടെ സമുദ്രവും നീയാകുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമുദ്രത്തിൽ ചെളിയുടെ തുള്ളി പോലെ ഞങ്ങളുടെ പാപം കണക്കിടപ്പെട്ടതായിരിക്കണമേ. മഹാവലിയ സമുദ്രത്തെ കലക്കുവാൻ ചെളിയുടെ തുള്ളിയാൽ കഴിയുന്നതല്ലോ. ആയതുകൊണ്ട് ദൈവമേ, നിന്റെ കൃപ പോലെ എൻ്റെ മേൽ നീ അനുഗ്രഹിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ ബഹുത്വം പോലെ
എൻ്റെ പാപങ്ങളെ മായ്ക്കണമേ. എൻ്റെ അശുദ്ധങ്ങളിൽ നിന്ന് എന്നെ കഴുകി എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അതിക്രമങ്ങളെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, എൻ്റെ പാപങ്ങളും എപ്പോഴും എന്നോട് വിരോധമായി നേരിട്ടിരിക്കുന്നു. മോറാനീശു മശീഹ, എനിക്കും എന്നോട് തുല്യന്മാരായ ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കിയിരിക്കുന്നതായ കെടാത്ത തീയോടും ചാകാത്ത പുഴുവോടും കൂടിയിരിക്കുന്ന നരകത്തിലെ അതിവേദനയിൽ നിന്ന് എന്നെ രക്ഷിച്ചു കൊള്ളണമേ. ഞാൻ യോഗ്യനാകുന്നില്ല എങ്കിലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതും ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതും ഹൃദയം കൊണ്ട് സങ്കല്പിച്ചിട്ടില്ലാത്തതുമായ എൻ്റെ ഇഷ്ടന്മാരായ സ്നേഹിതന്മാർക്ക് പരലോകത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിന് എന്നെ നീ യോഗ്യനാക്കണമേ. ദോഷങ്ങളുടെ ആയിരങ്ങളുടെ ആയിരവും പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ക്ഷമിപ്പാൻ നിന്റെ അനുഗ്രഹങ്ങൾക്ക് എളുപ്പമുള്ളതാകയാലും ചുങ്കക്കാരെയും വേശ്യാസ്ത്രീകളെയും തൽക്ഷണം നീതിയുള്ളവരാക്കി തീർത്തതിനാലും നിന്റെ കൃപയാൽ എൻ്റെ പാപങ്ങൾ പുറത്തുകൊള്ളണമേ. ഇതുകൊണ്ട് നിന്റെ പിതാവിൻ്റെ സ്നേഹത്താലെയും ശുദ്ധമുള്ള റൂഹായുടെ ഇഷ്ടത്താലെയും നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ മാലാഖമാരുടെയും നിന്റെ ശുദ്ധമുള്ളവരുടെയൊക്കെയും അപേക്ഷയാൽ ഏറിയ എൻ്റെ പാപങ്ങളെയും കഠിനമുള്ള എൻ്റെ കുറ്റങ്ങളെയും എന്നോട് നീ പുറത്തുകൊള്ളണമേ. നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനുമാകിയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവീശോ മശിഹ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമീൻ. സ്വഭാവത്തിൽ മരണമില്ലാത്തവനാകുന്ന ആകാശത്തിനടുത്ത ബാവായുടെ തനിയൻ പുത്രനും വചനവും രാജാവുമായ എൻ്റെ കർത്താവേ, നിന്നെ പ്രസവിച്ച അമ്മയുടെയും നിന്റെ ശുദ്ധമുള്ളവരൊക്കെയുടെയും നമസ്കാരത്താൽ നിന്നെ ഞാൻ പുകഴ്ത്തും. മനുഷ്യമക്കളൊക്കെയുടെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി തൻ്റെ കൃപയാൽ വന്ന് ശുദ്ധമാക്കപ്പെട്ടവളും സ്തുതിക്കപ്പെട്ടവളുമായ തമ്പുരാനെ പ്രസവിച്ച വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്ത് പകർച്ച കൂടാതെ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനായ ശുദ്ധമുള്ള മുൻമത്വത്തിൽ ഒരുവനും തൻ്റെ പിതാവിനോടും ശുദ്ധമുള്ള റൂഹായോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങൾക്കുള്ള മശിഹാ തമ്പുരാനെ, ഞങ്ങൾ എല്ലാവരുടെയും മേൽ നീ അനുഗ്രഹിക്കണമേ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മശിഹായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേയുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയിർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ
പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീ. നല്ലവനായ ബാവാ തമ്പുരാനെ, ഞാൻ യോഗ്യനായിട്ടില്ലെങ്കിലും നിന്നിലുള്ള ഭയവും സ്നേഹവും എനിക്ക് നീ തരയണമേ. ദൈവമേ, എൻ്റെ ജീവനെ സഹായിക്കുന്നതും നിന്റെ മനുഷ്യത്വത്തിന് ഇഷ്ടമുള്ളതുമായ സകലത്തെയും എനിക്ക് നീ തരണമേ. എൻ്റെ കർത്താവേ, നീ തിരുമനസ്സാകുന്നുവെങ്കിൽ എന്നെ വെടിപ്പാക്കുവാൻ നിനക്ക് കഴിയും. ദൈവമേ, മഹാഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ. എൻ്റെ കർത്താവേ, നിന്റെ മാലാഖമാരോടുകൂടെ നിന്റെ പിതാവിൻ്റെ വലിയ സ്തുതിയാൽ നീ വരുമ്പോൾ മഹാപാവിയായ എന്നെ ഓർക്കണമേ. കർത്താവേ, എന്നെ സഹായിച്ച് എൻ്റെ മേൽ അനുഗ്രഹിച്ച് എൻ്റെ വിശ്വാസക്കുറവിൽ തുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ആകാശത്തിലും നിന്റെ തിരുമുമ്പിലും ഞാൻ പിഴച്ചു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ഭവനത്തിൽ കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. ഞാൻ പാപം ചെയ്തു പോയതുകൊണ്ട് അടിയാനെ പോലെയെങ്കിലും എന്നെ ആക്കി തീർക്കണമേ. ആമീൻ.